റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട 119 ഭാരതീയരെ സൈനിക സേവനത്തിൽ നിന്ന് വിടുതൽ ചെയ്യിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ഇവരെ തിരിച്ചെത്തിക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയിൽ പറഞ്ഞു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ. 7 പേരെ കാണാതായെന്നും 26 പേർ കൊല്ലപ്പെട്ടതായും റഷ്യൻ സൈന്യം അറിയിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, 116 പേരെയാണ് ഇപ്പോൾ വിടുതൽ ചെയ്തതായി അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇവർ എത്രയും വേഗം രാജ്യത്തേക്ക് മടങ്ങിയെത്തുമെന്നാണോ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്? രാഖി, ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്കുകൾ നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നൽകിയ മറുപടിയിലെ വിവരങ്ങളാണ്. 202 പേർ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാരതീയരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വരെ, അതായത് ഈ മറുപടി നൽകുന്ന ദിവസം വരെ 119 പേരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ പല ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊരു വിശദീകരണവും നൽകുന്നുണ്ട്. മാത്രമല്ല, മറ്റു ചില വസ്തുതകൾ കൂടി അദ്ദേഹം തന്നെ മറുപടിയിൽ കൃത്യമായി പറയുന്നത്. 26 ഭാരതീയർ ഇത്തരത്തിൽ ഈ സൈനിക സേവനത്തിൽ കൊല്ലപ്പെട്ടതായും 50 പേരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ കാര്യക്ഷമമായി പുരോഗമിക്കുന്നു എന്നുമാണ് അറിയിച്ചത്. 119 പേരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതിൽ കുറേ പേർ തിരിച്ചെത്തുകയും 50 പേരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഈ മരിച്ച 26 പേരിൽ 10 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും 18ഓളം പേരുടെ DNA സാമ്പിളുകൾ, അതായത് 18ഓളം സംശയിക്കപ്പെടുന്നവരെ, അതായത് മരിച്ചവരെന്നും കാണാതായവരെന്നും സംശയിക്കപ്പെടുന്ന 18ഓളം പേരുടെ DNA സാമ്പിളുകൾ, അവരുടെ ബന്ധുക്കളുടെ, ഭാരതത്തിലെ ബന്ധുക്കളുടെ DNA സാമ്പിളുകളെല്ലാം തന്നെ റഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ DNA സാമ്പിളുകളും അതുപോലെ തന്നെ മരിച്ചവരുടെയും കാണാതായി എന്ന് കണക്കാക്കുന്നവരുടെയും എല്ലാം തന്നെ DNA സാമ്പിളുകളുമായി ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷം മരിച്ചവരുടെ മൃതദേഹം ആരുടേതാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുകയും പിന്നീട് കാണാതായവരെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ തുടർ പരിശോധന സാധ്യമാവുകയും ചെയ്യുന്നതിനാണ് 18ഓളം പേരുടെ DNA സാമ്പിളുകൾ അയച്ചത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 202 പേർ ഇത്തരത്തിൽ ഭാരതത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മലയാളികളുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 119 പേരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വിവിധ തലത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് കീർത്തിവർദ്ധൻ സിംഗ് തന്റെ മറുപടിയിലൂടെ അറിയിച്ചിരിക്കുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട 119 ഭാരതീയരെയാണ് സൈനിക സേവനത്തിൽ നിന്ന് വിടുതൽ ചെയ്യിപ്പിച്ചു എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.